ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കെ സുരേന്ദ്രന്റെ പരാമർശം, അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളുണ്ടാകും. CPM നേതാവ് CS സുജാതയുടെ പരാതിയിലാണ് കേസെടുത്തത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിവാദ പരാമർശം പ്രസ്താവന നടത്തിയത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് അങ്ങോട്ട് തുടർ നടപടികൾക്കായി കൈമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമോ? ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പരസ്യമായി അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ CPM വനിതാ നേതാക്കൾക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു വിവാദ പരാമർശം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുക തന്നെയാണ്. എന്തായാലും CPM നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ S. നായർ ഇതിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇമെയിൽ വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ആ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുജാതയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു പരാതി അവർ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് കെ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM നേതാക്കൾ ആദ്യം ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാൻ മടിച്ചപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും VD സതീശനും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ CPM-നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ CPM വനിതാ നേതാക്കൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, എന്തുകൊണ്ട് CPM മൗനം പാലിക്കുന്നു എന്നീ വിഷയങ്ങൾ ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പിന്നീട് CPM നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരുന്നു. അത് മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ IPC 509, 304A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോൾ തൃശൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ്. തൃശൂർ യൂണിറ്റിലേക്ക് കേസ് കൈമാറുമ്പോൾ ഇതിൽ വിശദമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കെ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ നടത്തിയ ആ ഒരു പ്രസംഗവും അതുമാത്രമല്ല ആ പ്രസംഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ആ ടേപ്പുകളടക്കം ഇന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് കെ സുരേന്ദ്രനെതിരെ മറ്റ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും തൃശ്ശൂരിൽ നടന്ന BJP-യുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശം. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചുമാറ്റി തടിച്ചുകൊഴുത്ത് പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്തായാലും BJP-യുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകിയപ്പോൾ BJP-യുടെ വക്താവായ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഒരു വനിതാ സമ്മേളനത്തിൽ BJP-യുടെ തന്നെ വനിതാ സമ്മേളനത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. BJP-യുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസംഗമധ്യേ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. കോൺഗ്രസ് ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് CPM റിയാസ് അടക്കം മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ BJP നേതാക്കൾ ആരെങ്കിലും സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? ഇത് മൊഴിയെടുക്കലടക്കം ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാനായി വരണമല്ലോ. തീർച്ചയായും എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെ ആദ്യം ആഞ്ഞടിക്കുകയാണ് BJP ചെയ്തത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ എന്തിനാണ് CPM നേതാക്കൾക്കെതിരെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നീ കാര്യമാണ് BJP ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം P. സുധീർ അടക്കം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ തന്നെ കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തെക്കുറിച്ച് അവർ അതിനെ യോജിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇന്ന് കെ സുരേന്ദ്രന്റെ ഈ ഒരു വിവാദ പരാമർശത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, കെ സുരേന്ദ്രന്റെ തന്നെ ഈ ഒരു പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും കെ സുരേന്ദ്രനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.
പോലീസിൽ നേരിട്ടും അല്ലാതെയും അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഒരു വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ വലിയ തോതിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ BJPയുടെ വാർത്താ സമ്മേളനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആദ്യം ഈ വിഷയത്തിൽ CPM വലിയ തോതിൽ BJPയെ കുറ്റപ്പെടുത്തി. നന്ദകുമാർ തുടരുക. തിരുവനന്തപുരത്ത് ഇനി ഒരുപാട് വാർത്തകൾ നന്ദൻ നൽകാനുണ്ട്.